ഈ കേരളം കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് 2026 ഭരണം മാറുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു തുടർഭരണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പിണറായി വിജയൻ രണ്ടാമതും വന്നു, മൂന്നാമതും വരുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. അതിനോടൊപ്പം തന്നെ വേറൊരു ചോദ്യം ഉയരുന്നത് BJP കേരളത്തിൽ എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതുമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്ന കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ്റെ സർക്കാർ കേരളത്തിൻ്റെ അതുവരെയുള്ള സാമ്പ്രദായിക ചരിത്രത്തെ അട്ടിമറിച്ചാണ് രണ്ടാം തുടർഭരണത്തിലേക്ക് വന്നത്. രണ്ടാം തുടർഭരണത്തിലേക്ക് വന്ന് കുറേ നാൾ സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്നതിനൊക്കെ നമ്മുടെ വിഹിതം 1.6 ചുരുക്കി. സ്വാഭാവികമായിട്ടും അതിൻ്റെ 27,000 കോടി ഈ വർഷം തന്നെ നമുക്ക് കേന്ദ്ര വിഹിതത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറവ് വന്നു. അപ്പോൾ ആ കുറവുകൾക്കകത്ത് നിന്നുകൊണ്ട് ഈ ഭരണത്തെ കൊണ്ടുപോകാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം, ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിപ്പോയി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഒരു മാസം 1-ാം തീയതി കൊടുക്കാൻ പറ്റൂ, 1 കഴിഞ്ഞ് 2-ാം തീയതി 3-ാം തീയതിയൊക്കെയാണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെട്ട് വന്നിടത്ത് ഇത് ഭരണം തകർന്നു എന്നൊരു ധാരണ പരതാക്കുന്നു. പക്ഷെ ഇന്ന് കേരളത്തിൽ ആർക്കും ആ ധാരണയില്ല. മൂന്നാം പിണറായി ഭരണം അല്ലെങ്കിൽ മൂന്നാം തുടർ ഭരണം എന്നതിലേക്ക് ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ചിന്തിക്കുന്ന ഈ ഒരു ചർച്ച നമുക്ക് കൊണ്ടുവരാൻ തന്നെ സാധാരണഗതിയിൽ ഈ 2 ടേം ഭരിച്ചൊരു ഗവൺമെൻറ്റിനെതിരെ ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞൊരു ഫാക്ടർ വലുതായിട്ട് പറയണം. ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് ഇൻകംബൻസി ഫാക്ടർ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മാധ്യമങ്ങളിൽ കൂടെ കാണാൻ. എന്താണ് കേരളത്തിലെ ഒട്ടുമിക്ക ഈ അടുത്ത കാലം വരെയും ഈ ഗവൺമെൻറ്റിനോടും ഇടതുപക്ഷ മുന്നണിയോടും വിയോജിച്ച് നിന്നിരുന്ന ഒട്ടേറെ ജാതി മത സംഘടനകളൊക്കെ, സാമൂഹ്യ സംഘടനകളൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടിലേക്ക് വരാൻ ഏതെങ്കിലും ഒരു മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെയോ ഫലമായിട്ടല്ല, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അവർ പഠിക്കുന്നത് കൊണ്ടാണ്, നിലപാടുകളിലെ ശരിമ അവർ തേടിയതുകൊണ്ടാണ്, അവർ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കേരളത്തിൽ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. ഈ ഗവൺമെൻറ് 2021 തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെച്ച പ്രകടന പത്രിക 900ഓളം ഇനങ്ങളാണ്. അതിലേതാണ്ട് 800 ഇനങ്ങൾ ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എന്തായിരുന്നു 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ വൈദ്യുതി രംഗത്തെ വിഷയം? ഈ പകുതി ആകെ 24 മണിക്കൂറിൻ്റെ 1/3 ഇരുട്ടിലായിരുന്നു. പകൽ വേനൽക്കാലത്ത് പോലും നമുക്കൊരു ഫാൻ ഇടാതിരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ, പകൽ 3.5 മണിക്കൂർ, രാത്രി 4 മണിക്കൂർ, എല്ലാം കൂടെ 7.5 മണിക്കൂർ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും. ഇന്ന് 10 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനോട് എന്താ ലോഡ് ഷെഡിങ് എന്തോ പവർ കട്ടെന്ന് ചോദിച്ചാൽ അവന് അറിയത്തില്ല, അവന് ഓർമ്മ പോലും ഇല്ല. അപ്പോൾ അത് മാറി. കേരളത്തിൽ ആ സമയം വരെയുള്ള റോഡുകളുടെ ചിത്രം എന്തായിരുന്നു? ഒരു മഴ വന്നാൽ ചെയ്യുന്ന ടാർ ഒലിച്ചു പോകുന്ന കുണ്ടും കുഴിയായി മാറുന്ന റോഡുകൾ അടച്ച് 2200-ലേറെ പള്ളിക്കൂടങ്ങളാണ് എക്കണോമിക് അല്ലെങ്കിൽ അനാദായകരമെന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടാൻ ഉമ്മൻചാണ്ടി വെച്ചിരുന്നു. ആശുപത്രികളിൽ ചെന്നാൽ പാവപ്പെട്ടവന് മരുന്നില്ല, ഡോക്ടറില്ല, ലാബില്ല, ആ പ്രശ്നങ്ങളാണ്. അതെല്ലാം മാറിയില്ലേ? കിഫ്ബി എന്നൊരു പദ്ധതി എല്ലാം ശരിയായി ചോദിച്ചാൽ ഇനിയും ആവാനുണ്ട്. പക്ഷേ വലിയ മാറ്റം ഉണ്ടായതിനെ നമുക്ക് ആർക്കും കാണാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും അവസാനം എന്താ? ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്നൊരു വ്യാഖ്യാനം ചെല്ലും. അതല്ല, ഗവൺമെൻറ് പറയുന്നുണ്ട് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതിൽ അതിദാരിദ്ര്യമുള്ള ആളുകളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് നീതി ആയോഗ് ഒരു അവരുടെ പഠന റിപ്പോർട്ടിൽ കേരളത്തിൽ 0.7%. എന്നാൽ ബീഹാർ 51% അതിദരിദ്രർ, ഉത്തർപ്രദേശ് 37%. അവിടെയാണ് കേരളത്തിൻ്റെ മാറ്റം. കേരളം കഴിഞ്ഞ കാലം മുതൽ ആർജിച്ച ഒട്ടേറെ ജീവിത നിലവാര സൂചികയിലെ വർധനവ് കൊണ്ടാണ് കേരളത്തിലെ അതിദാരിദ്ര്യം മാറിയത്. അപ്പോൾ ആ അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്യാനൊരു പരിപാടി 2021 ഗവൺമെൻറ് തുടങ്ങി. അതിപ്പോൾ 2025 നവംബർ 1 കേരളം 64,006 കുടുംബങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തു. ആദ്യം 1,80,000 വന്നു. അതിൽ നിന്ന് അരിച്ചാണ് 64,006 കുടുംബങ്ങളെ കണ്ടത്. ആ 64,006 കുടുംബങ്ങളെ കൂടി അവരുടെ എല്ലാ ക്ലേശഘടകങ്ങളെയും മാറ്റിയെടുത്ത് അതിദാരിദ്ര്യമുക്തമാക്കി. ഇനി എന്താ ഗവൺമെൻറ്റിൻ്റെ അടുത്ത പ്രഖ്യാപനം? മുഖ്യമന്ത്രി പറഞ്ഞു, ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാത്തൊരു നാടായി, എല്ലാ കുടുംബങ്ങളിലേക്കും വരുമാനദായക മാർഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നാടായി ഇതിനെ മാറ്റും.
ആ തരത്തിലേക്ക് വന്നാൽ പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പാഞ്ഞു കിടന്ന മനുഷ്യൻ എത്രയാണ്? ഇന്നത് കേരളത്തിലില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് അത് ഇപ്പോഴും കാണാനുണ്ട്. തമിഴ്നാട്ടിൽ പോയാലുണ്ട്, കർണാടകത്തിൽ പോയാലുണ്ട്, ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാലുണ്ട്. മെച്ചപ്പെട്ട പള്ളിക്കൂടങ്ങളില്ലാത്ത നാടെന്ത്? രണ്ടാമത്തെ കാര്യം, ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് സാധാരണക്കാരന് എന്ത് വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്? 1600 രൂപയുടെ പെൻഷൻ 2000 രൂപയാക്കുന്നു. അതുപോലെ തന്നെ 5 ലക്ഷത്തോളം യുവാക്കൾക്ക് ഗുണം കിട്ടുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സഹായ പദ്ധതിയുണ്ട്. അതുപോലെ നൈപുണ്യ വികസന കോഴ്സിൽ പഠിക്കുന്നവർക്ക് 1000 രൂപ വീതം സർക്കാർ സഹായം കിട്ടുന്നുണ്ട്. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ADSന്റെ പ്രവർത്തന ഗ്രാൻഡായി 1000 രൂപ കൂടുതൽ നൽകുന്നുണ്ട്. അങ്ങനെ സാക്ഷരതാ പ്രേരകന്മാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചു. പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി 50 രൂപ വർദ്ധിപ്പിച്ചു. ഈ 50, 1000, 500, 400 എന്നൊക്കെ പറയുന്ന സംഖ്യ പലർക്കും വളരെ ചെറുതായി തോന്നും. ഇതുകൊണ്ട് സാധാരണക്കാരന് എന്താണ് ഗുണമെന്ന് തോന്നും. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു പെൻഷൻ കാശ് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പദ്ധതി. എത്ര വയോധികർക്ക്, എത്ര സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുള്ള പദ്ധതിയാണെന്നറിയോ? അത് നമ്മൾ ഈ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ, സർക്കാർ ജോലിയുള്ള ആളുകൾ, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ചാനലുകളിൽ വന്ന് നിന്ന് ചർച്ച ചെയ്യുന്ന മാധ്യമ തമ്പ്രാക്കൾക്കൊന്നും അതിൻ്റെ ഫീല് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയണം. അതിദരിദ്രരായ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ദിവസക്കൂലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആ തരത്തിൽപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥയുമായി ചേർത്ത് നിർത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നവകേരള സദസ് വഴി പഠിച്ചിട്ട് ചെയ്തതാണെന്നും പറയുന്നുണ്ട്. ആ കൊടുക്കുന്നതിന് ബദലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയൂ? എന്നാൽ ശരി, സർക്കാരിൻ്റെ ഖജനാവ് ധൂർത്തടിക്കണ്ട, കോൺഗ്രസ് പിരിച്ചു കൊടുക്കട്ടെ. ഇവിടെ കോൺഗ്രസ് ഇവിടെ 100 വീട് വയ്ക്കാം, 1000 വീട് വയ്ക്കാം എന്നൊക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തായി എന്നുള്ളതും നമ്മൾ അന്വേഷിക്കണമല്ലോ. നമ്മൾ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് സംസാരിക്കുക. സംസ്ഥാന സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിനെതിരെ പല വിധത്തിലുള്ള കഥകൾ വരുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് അന്വേഷിക്കട്ടെ. പക്ഷേ സർക്കാർ ചെയ്യുന്നത് എല്ലാം തെറ്റ് എന്ന രീതിയിൽ നടത്തുന്ന ക്യാമ്പയിനുകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ നോക്കുക, 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്നൊരു പദ്ധതി കുടുംബശ്രീ വഴി സർക്കാർ നടപ്പാക്കുന്നുണ്ട്. കൊച്ചിയിൽ അത്തരം ഹോട്ടലുകളുടെ മുമ്പിൽ പോയി നോക്കിയിട്ടുണ്ടോ? എന്തു വലിയ തിരക്കാണെന്നറിയോ? ജനങ്ങളുടെ മണിക്കൂറുകളോളം നീളുന്ന ക്യൂ ആണ്. അപ്പം അത്രയും ജനങ്ങൾ ഇവിടെ സർക്കാരിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഒരു സർക്കാർ ഇങ്ങനെ കുറേ ഗുണകരമായ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന് തെറി പറഞ്ഞുകൊണ്ടോ അതിനെ ചീത്ത വിളിച്ചുകൊണ്ടോ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ടോ അല്ല പ്രതിപക്ഷം അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി നോക്കുക, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ സർക്കാർ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതുകൊണ്ട് സർക്കാരിന് വലിയ ഗുണമുണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇങ്ങനെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ കൊറോണ വന്ന സമയത്ത്, അതുപോലെ നിപ്പ വന്ന സമയത്ത് ഒക്കെ ജനങ്ങൾക്കൊപ്പം നിന്ന് കയ്യടി നേടി രണ്ടാമതും അധികാരത്തിൽ വന്ന സർക്കാരാണ് പിണറായി സർക്കാർ. ജനങ്ങളെ ഇപ്പോൾ പ്രളയം വന്ന സമയത്ത് സർക്കാരിൻ്റെ ഇടപെടലുകൾ എങ്ങനെയുള്ളതായിരുന്നു അത് ജനങ്ങൾ അറിയുന്നതാണ്. കോവിഡ് വന്ന സമയത്തൊക്കെ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ ജനങ്ങൾ ആ രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. റോഡുകളൊക്കെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തെരഞ്ഞെടുപ്പാകുമ്പോൾ കണ്ടു, കേരളം പോലെ ഇത്രയും മികച്ച റോഡുകളുള്ള മറ്റൊരു സംസ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുക. അത് അങ്ങനെ ആവും. കാരണം കേരളത്തിലെ സകല റോഡുകളും പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനി പുത്തൂർ സുവോളജി പാർക്ക് പോലെ ഒരു ഗംഭീര പദ്ധതി വരികയാണ്. അത് ഒരു വിസ്മയമാണ്, കേരളത്തെ സംബന്ധിച്ച് അഭിമാനമാണ്, ഒരു വിസ്മയമാണ്. ദേശീയപാത വരികയാണ്. അതുപോലെ തന്നെ പല മേഖലകളിലും വികസന പ്രഖ്യാപനങ്ങൾ, പദ്ധതി പ്രഖ്യാപനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കുറേ കാര്യങ്ങൾ അണിയറയിലുണ്ട്. ദേശീയ ജലപാത പോലും കമ്മീഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് പൊടുന്നനെ ഇതിനൊക്കെ മാറ്റിമറിക്കുന്നൊരു വലിയ വികസന ശ്രേണി അല്ലെങ്കിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് സർക്കാർ പ്രോഗ്രസ് കാർഡൊക്കെ കൊടുത്ത് കേരളത്തെ വാഗ്ദത്ത ഭൂമിയാക്കിയെന്ന് സർക്കാർ പറഞ്ഞാൽ അതിനെ എങ്ങനെ ഖണ്ഡിക്കാൻ കഴിയും?